ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. എല്ലാവരും എന്ത് പറയുന്നു? സുഖമായിട്ടിരിക്കുകയല്ലേ? ഞങ്ങളും ഇവിടെ അടിപൊളിയായിട്ടിരിക്കുകയാണ്. ആക്ച്വലി ഞാനിത് ഓൺ വോയിസിൽ എടുത്ത വീഡിയോയാണ് കേട്ടോ. പക്ഷേ ഈ ഷോപ്പിലത്തെ ഒച്ചപ്പാടും ബഹളവും പുറത്ത് റോഡിൽ കൂടെ പോകുന്ന വണ്ടികളുടെ ബഹളത്തിൽ നമ്മുടെ ഈ വോയിസ് അങ്ങ് ക്ലിയർ ആയില്ല. സോ ഞാൻ എന്തായാലും വോയിസ് ഓവറിൽ തന്നെ ഈ വീഡിയോയും സ്റ്റാർട്ട് ചെയ്യാണ്. ഇന്ന് നമ്മുടെ ഓഫീസിലത്തെ ഒരു സ്റ്റാഫിൻ്റെ ബർത്ത്ഡേ ആണ് കേട്ടോ. അപ്പോൾ കട്ട് ചെയ്യാനായിട്ട് നമ്മളൊരു കേക്ക് വാങ്ങിക്കാൻ വേണ്ടി വന്നേക്കാണ് ക്വാളിറ്റി ബേക്കറിയിലേക്ക്. ഇത്തരം എമർജൻസി സിറ്റുവേഷനിലെല്ലാം നമ്മൾ ഇവിടെ നിന്നാണ് കേട്ടോ കേക്ക് വാങ്ങിക്കാറുള്ളത്. നമ്മൾ ടെൻഡർ കോക്കനട്ട് ഫ്ലേവറാണ് വാങ്ങിച്ചിട്ടുള്ളത്. ഇതുവരെ ഇത് ട്രൈ ചെയ്തിട്ടില്ല. ഇക്കാക്ക് അപ്പോൾ കേക്കിൻ്റെ മേലെ എഴുതാനുള്ള സംഭവം എന്താ ഒരു പേപ്പറിലും എഴുതി കൊടുക്കുന്നുണ്ട്. കേക്കിൽ പേരെഴുതുന്ന സമയം കൊണ്ട് ഹംനദ ചില്ലുംകൂടിൻ്റെ ഇപ്പുറം നിന്ന് ഓരോന്നും ചൂണ്ടിക്കാണിക്കുന്നുണ്ട്, ഓരോന്നും ആവശ്യപ്പെടുന്നുണ്ട്. കുറച്ചും കൂടി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വാശിയും കരച്ചിലായിരിക്കും കേട്ടോ. പിന്നെ നമ്മൾ കേക്ക് വാങ്ങി ഓഫീസിലെത്തിയപ്പോൾ ജംഷി എടുത്തപ്പോൾ ഉള്ള കരച്ചിലാണ് ഈ കാണുന്നത്. സാധാരണ രീതിയിൽ അങ്ങനെ കരയാറൊന്നുമില്ല. ഇന്നെന്തോ ആളുടെ മൂഡ് അത്ര ശരിയല്ല കേട്ടോ. പിന്നെ ഇക്കാക്കെ എടുത്ത് ഞാനും എടുത്ത് മാറി മാറി എടുത്തൊക്കെയാണ് അവളുടെ മൂഡൊക്കെ ഒന്ന് ശരിയാക്കിയിട്ടുണ്ടായിരുന്നത്. ഇനി നമുക്ക് അധികം വൈകാതെ കേക്ക് കട്ടിങ്ങിലേക്ക് പോകാം. കാരണം കേക്ക് കട്ടിങ് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ഒരിടം വരെ പോകാനുണ്ട്. അപ്പം ഞങ്ങൾക്ക് തീരെ സമയമില്ലാത്തതുകൊണ്ട് വേഗം തന്നെ കേക്ക് കട്ടിങ്ങിലേക്ക് പോകാം കേട്ടോ. കാൻഡിൽസ് ഒക്കെ ഇതാ പുറത്താണ് കത്തിച്ച് വെച്ചേക്കുന്നത്. ഇനി ആ മെഴുക് ഉരുകി അതിലേക്ക് വീഴണ്ടെന്ന് ഓർത്ത്. അപ്പൊ ഇതാണ് നമ്മുടെ ബർത്ത്ഡേ ബോയ് അങ്ങനെ കേക്ക് കട്ട് ചെയ്യാൻ പോവാണേ. കേക്ക് കട്ടിങ്ങും കഴിഞ്ഞ് കേക്കിന്റെ ക്രീമും കൊണ്ട് ആ ബർത്ത്ഡേ ബോയുടെ ഫേസിൽ ഫേസ് പാക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഡ്രൈ ആയിട്ട് വേണം അവനിക്ക് വാഷ് ചെയ്യാനായിട്ട്. എൻ്റെ ഹംനാടെയും കണ്ണ് മുഴുവനും ആ കേക്കിന്റെ ടോപ്പേഴ്സിലായിരുന്നു കേട്ടോ. അപ്പൊ ഞങ്ങൾ അതൊക്കെ എടുത്ത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫസ്റ്റ് ടൈമാണ് ടെൻഡർ കോക്കനട്ട് ഫ്ലേവർ ട്രൈ ചെയ്യുന്നത്. എന്തായാലും സംഭവം അടിപൊളിയായിരുന്നു. പിന്നെ ഇതിനിടയിൽ ഞങ്ങൾ 1-2 പേര് അവനിക്ക് കേക്ക് വെച്ചു കൊടുത്തതൊന്നും വീഡിയോയിൽ കിട്ടിയില്ല. ആക്ച്വലി വീഡിയോ എടുത്തതാണ്. വീഡിയോ എടുത്ത് തന്ന ആള് വീഡിയോയിൽ ഓൺ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. കാരണം റെക്കോർഡ് ആയില്ല എന്നുള്ളതാണ്. പിന്നെ ഞങ്ങൾ എല്ലാവരും കൈയൊക്കെ കഴുകി ഞങ്ങൾക്ക് ഒരിടം വരെ പോകാനുള്ളത് കൊണ്ട് ഞങ്ങൾക്ക് ഭയങ്കര ബിസിയായിരുന്നു. വേഗം തന്നെ അതാ കെട്ടും ബാണ്ടും ഒക്കെ എടുത്ത് ഹംനാനെ സെറ്റ് ചെയ്തിട്ട് ഞങ്ങൾ ഓഫീസിൽ നിന്ന് ഇറങ്ങാണ്. എല്ലാവരോടും ടാറ്റ ബൈ ബൈ സിയും പറഞ്ഞ് അവരിനി ആ കേക്കിൻ്റെ കാര്യത്തിൽ തീരുമാനമാക്കിക്കോളും. അപ്പോൾ ഹംനാനെ നമ്മൾ കൊണ്ടുപോകുന്നില്ല. ഹംനാനെ നേരെ എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി ആക്കാൻ പോവാണ് കേട്ടോ. ഹംനാനും ഉമ്മി ഇവിടെ ആക്കിയിട്ട് എവിടെ പോയിട്ടുണ്ടോ? ഉമ്മി സിനിമക്ക് പോയിട്ട് ടാറ്റാ. യെസ്, നിങ്ങളിപ്പോൾ ഞാൻ ഹംനാനോട് പറഞ്ഞത് കേട്ടില്ലേ? ഞാനും ഇക്കാക്കയും കൂടി ഒരു സിനിമയ്ക്ക് പോവാണ് കേട്ടോ. ഞങ്ങൾ 3:40 ഷോയ്ക്ക് ഒബ്രോണിൽ PVR ബുക്ക് ചെയ്തിട്ടുണ്ട്. ഹംനാനെ ഹയാസിനെയും കൊണ്ടുപോകുന്നില്ല. ഹയാസിനെ വിളിച്ചതാണ് കേട്ടോ ഞങ്ങൾ പോകാനായിട്ട്. അപ്പോൾ ഹയാസ് വരുന്നില്ല എന്ന് പറഞ്ഞു. കഴിഞ്ഞ പ്രാവശ്യം സൂക്ഷ്മദർശിനി സിനിമ കണ്ടതോടുകൂടി അവൻ അത്യാവശ്യത്തിലധികം പേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അവൻ സിനിമയ്ക്ക് വരുന്നില്ല. മാത്രമല്ല അവൻ സമ്മർ വെക്കേഷനോടനുബന്ധിച്ച് കരാട്ടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. ആഴ്ചയിൽ 2 ദിവസം മാത്രമാണ് ക്ലാസ് ഉള്ളത്. അപ്പോൾ ഇന്ന് അവനിക്ക് ക്ലാസ് ഉള്ള ദിവസമാണ്. അപ്പോൾ അവൻ അതിന് പോവാണെന്ന് പറഞ്ഞു. ഹംനാനെ കൊണ്ട് സിനിമയ്ക്ക് പോയാൽ ഞങ്ങൾക്ക് മാത്രമല്ല ചുറ്റും കാണാൻ വരുന്നവർക്ക് പോലും കാണാൻ പറ്റാത്ത അവസ്ഥയാണ് കേട്ടോ. ആദ്യമൊന്നും കൊച്ച് വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പോൾ ആളെയും കൊണ്ട് ഒരു രക്ഷയില്ല കേട്ടോ. നമുക്ക് സിനിമയ്ക്ക് പോയിട്ട് അവിടെ ഇരിക്കില്ല, അടങ്ങിയിരിക്കില്ല. അപ്പോൾ അതുകൊണ്ട് എന്തായാലും അവളെ കൊണ്ടുപോകുന്നില്ല. അവൾ നല്ല അടിപൊളിയായിട്ട് ഉമ്മിച്ചിയുടെ അടുത്ത് നിന്നോളും. അങ്ങനെ ഞാനും ഇക്കാക്കയും കൂടി വളരെ നാളുകൾക്ക് ശേഷമാണ് ഇങ്ങനെ ഒരു ഔട്ടിങ് കേട്ടോ. ഷോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് തൊട്ട് മുന്നേ തന്നെയാണ് ഞങ്ങൾ ഇപ്രാവശ്യം തിയേറ്ററിൽ എത്തിയിട്ടുണ്ടായിരുന്നത്. ഒരു വൈബ് പിടിക്കാൻ വേണ്ടി എസ്കലേറ്ററിൽ കയറിയതാണ്. മര്യാദക്ക് ആ ലിഫ്റ്റിൽ പോയാൽ മതിയായിരുന്നു. ഇതിപ്പോൾ എസ്കലേറ്ററിൽ ഓടി നടന്നാണ് ഞങ്ങൾ കയറിയിട്ടുണ്ടായിരുന്നത്. ഫൈനലി നമ്മൾ PVR എൻട്രൻസിൽ എത്തിയിട്ട് ഇനി ചെക്കിങ് എല്ലാം കഴിഞ്ഞിട്ട് അകത്തേക്ക് കയറാണേ.
ഞങ്ങൾ കാണാൻ വന്നേക്കുന്ന പടം ആലപ്പുഴ ജിംഖാനയാണ്. സ്ക്രീൻ നമ്പർ 1 ആയതുകൊണ്ട് കണ്ടുപിടിക്കാൻ യാതൊരുവിധ പ്രയാസം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ ആ ട്രെയിലറൊക്കെ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് തന്നെയാണ് തിയേറ്ററിലേക്ക് എൻ്റർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ലൈറ്റ്സ് ഒക്കെ ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഫൈനലി ഞങ്ങളുടെ സീറ്റൊക്കെ കണ്ടുപിടിച്ച് നല്ല കംഫർട്ടായിട്ട് ഇരുന്നു. ഇനി സിനിമ കാണാൻ പോവാണ്. സിനിമ തുടങ്ങി ഇന്റർവെൽ ആയപ്പോൾ തന്നെ ഞങ്ങൾ ചാടി പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നു. ഇനി എന്തായാലും എന്തെങ്കിലും ഭക്ഷിക്കാനുള്ളത് വാങ്ങിക്കണം. അപ്പോൾ ഞങ്ങളിതേ പോപ്കോണും എഗ് പഫ്സും വാങ്ങിയിട്ടുണ്ടായിരുന്നു. കമ്പാരിറ്റീവ്ലി പുറത്ത് വെച്ചിട്ട് ഇവിടുത്തെ റേറ്റ് കുറച്ച് കൂടുതലാണെങ്കിലും ഈ സിനിമയ്ക്ക് വരുമ്പോൾ ഇതൊന്നും കുറിക്കാതെ എന്തോ സിനിമ കാണുന്നത് കംപ്ലീറ്റ് ആവില്ല എന്നാണ് ഞങ്ങളുടെ ഒരു തോന്നൽ കേട്ടോ. മാത്രമല്ല കുറെ നാൾക്ക് ശേഷമാണ് ഞങ്ങൾ രണ്ടുപേരും മാത്രമായിട്ട് ഇങ്ങനെ അർമാദിക്കാനായിട്ട് വരുന്നത്. അപ്പൊ അതൊന്ന് മാക്സിമം മുതലാക്കിയും കൂടി വേണമല്ലോ. അങ്ങനെ പോപ്കോൺ വാങ്ങി വളരെ സ്നേഹത്തോടു കൂടി തന്നെ എൻ്റെ കയ്യിലേക്ക് തന്നു കേട്ടോ. ഞാൻ അവിടെ നിന്നേ തിന്നു തുടങ്ങി. നല്ല ക്രിസ്പി പോപ്കോൺ ആയിരുന്നു. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് ഞങ്ങളിതേ പഫ്സും പോപ്കോണൊക്കെ ആയിട്ട് വീണ്ടും തിയേറ്ററിൻ്റെ ഉള്ളിലേക്ക് കയറി അടുത്ത സെക്കൻഡ് ഹാഫും കൂടിയും കാണാനായിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഡോർ അടച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഈ ഡോറൊന്ന് തള്ളി തുറക്കാൻ ഒരു കൈയും കൊണ്ട് നോക്കിയിട്ട് അങ്ങ് പറ്റണുണ്ടായിരുന്നില്ല കേട്ടോ. മാക്സിമം ബലം പിടിച്ചിട്ടാണ് ഇതൊന്ന് തുറന്ന് ഞങ്ങൾ അകത്തേക്ക് കയറിയത്. പിന്നെ ഷോ സ്റ്റാർട്ട് ചെയ്തു. ഞങ്ങൾ ഇരുന്ന് കൊറിക്കലും സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. അങ്ങനെ നമ്മൾ ആ ഷോയൊക്കെ കഴിഞ്ഞ് തിയേറ്ററിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. അത്യാവശ്യം നല്ല പടമായിരുന്നു കേട്ടോ. ഇക്കാക്ക് അത്ര അങ്ങോട്ട് പിടിച്ചില്ല എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ കണ്ടിരിക്കാനുണ്ട് കേട്ടോ. എന്തായാലും എനിക്ക് വയലൻസ് ഉള്ള സിനിമയോടൊന്നും വലിയ താല്പര്യം ഇല്ലാത്തതുകൊണ്ട് എനിക്ക് ഈ ടൈപ്പ് ഇങ്ങനെ തമാശയുള്ള സിനിമകളോടൊക്കെയാണ് ഇഷ്ടമുള്ളത്. അത്യാവശ്യം ചിരിക്കാനൊക്കെ ഉണ്ട്. പിന്നെ ഒബ്രോൾ വന്നാലേ എന്നോർത്ത് കുറച്ച് നേരം എന്താ പിള്ളേരൊക്കെ കളിക്കണ ഇങ്ങനെ നോക്കി നിന്നപ്പോഴാണ് ഹയാസിനെയും ഹംനാനെയും ഭയങ്കരമായിട്ട് മിസ് ചെയ്തത് കേട്ടോ. ഇവരുണ്ടായിരുന്നെന്നുണ്ടെങ്കിൽ ഇവിടെ വന്ന് കിടന്ന് അർമാദിച്ചേനെ. അപ്പം ഞാനിങ്ങനെ ഇക്കാകാനോട് പറഞ്ഞപ്പോൾ ഇക്കാക്ക് പറയാണ്, ഇത് തന്നെയാണ് നിന്നെയും കൊണ്ട് ഞാൻ മാത്രമായിട്ട് ഒരു സ്ഥലത്തും പോകാത്തത്. നിനക്ക് ഭയങ്കര മിസ്സിങ് ആയിരിക്കും പിള്ളേരുണ്ടെങ്കിൽ. എന്തെങ്കിലും കഴിക്കാൻ വാങ്ങിക്കുമ്പോൾ കൂടി ഞാനിങ്ങനെ ഹയാസ് ഉണ്ടായിരുന്നെങ്കിൽ അവനതൊക്കെ കഴിച്ചേനെ, ഹംന ഉണ്ടായിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നേനെ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പം ഞാൻ ഈ പറയുമ്പോൾ ഇക്കാക്കും അതൊരു വിഷമമാണ്. അപ്പോൾ ഈ മിസ്സിങ് കൂടുതലായതുകൊണ്ടാണ് നിന്നെ മാത്രമായിട്ട് ഞാൻ പുറത്തേക്കൊന്നും കൊണ്ടുപോകാത്തത്. അവരും കൂടി ഉള്ളപ്പോൾ ഞാൻ ഭയങ്കര കംഫർട്ടും ഹാപ്പി ആയിരിക്കും. അപ്പോൾ അതൊക്കെയാണെന്നൊക്കെയാണ് ഇക്കാക്ക് ഇങ്ങനെ ഓരോ റീസൺസ് ഒക്കെ എൻ്റെ അടുത്ത് പറയുന്നുണ്ട്. ഇനിയിപ്പോൾ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്ത പ്രാവശ്യം ഞാൻ എന്തായാലും ഒറ്റക്ക് പോകാനായിട്ട് കൂട്ടാക്കില്ലല്ലോ. പുള്ളിക്ക് ഫ്രണ്ട്സിൻ്റെ കൂടെ പോകാന്നുള്ള ധാരണയൊക്കെ ആയിരിക്കും. എന്തായാലും ഞാൻ വിടില്ല മോനെ എന്നും പറഞ്ഞിട്ട് ഞങ്ങൾ ആ സിനിമയൊക്കെ കഴിഞ്ഞ് ആ ഒരു ഫ്ലോറിൽ നിന്ന് അടുത്ത ഫ്ലോറിലേക്ക് ഇറങ്ങുകയാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ വരുന്ന വഴിക്ക് ഓരോ ഷോപ്പിൻ്റെ ഉള്ളിലും കയറി ഇറങ്ങണം എന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടെങ്കിലും ഇക്കാക്ക് എൻ്റെ കൂടെ ഉള്ളതുകൊണ്ട് ഇക്കാക്ക് എന്നെ സൈഡ് വലിവിലാണ് കേട്ടോ. ഈ വലിച്ചുകൊണ്ട് പോവാണ്. ഞാൻ ഓരോ ഷോപ്പിലത്തെ ഓരോ സാധനങ്ങൾ ചില്ലുംകൂടിൻ്റെ പുറത്ത് നിന്ന് നേരത്തെ ഹംന ക്വാളിറ്റി ബേക്കറി കയറിപ്പിരുന്ന് കാണിച്ചില്ല, അതുപോലെ കാണിച്ചാലും ഇക്കാക്ക് എന്നെ അങ്ങോട്ടേക്ക് ഒന്നും വിടില്ല കേട്ടോ. കാരണം പൈസ പോകുന്ന പരിപാടിയാണെന്ന് ഇക്കാക്ക് നന്നായിട്ട് അറിയാം. പിന്നെ ഇവിടെ എന്തോ ബുക്ക് ഫെസ്റ്റ് നടക്കുന്നുണ്ടായിരുന്നു. ഓരോ ബോക്സിൽ ഈ ഒരു പെട്ടി ഉണ്ടോ, ഈ പെട്ടിയിൽ അതിനാണ് കേട്ടോ ക്യാഷ് വരുന്നത്. അപ്പോൾ ആവശ്യമുള്ള ബുക്സൊക്കെ അതിൽ പെറുക്കിയിട്ടിട്ട് ആളുകൾക്ക് വാങ്ങിച്ചിട്ട് പോകാം. എനിക്ക് വലിയ ബുക്ക് ഭ്രാന്തൊന്നും ഇല്ലാത്തതുകൊണ്ട് ആ വഴിക്കേ ഞങ്ങൾ പോയില്ല. പിന്നെ ഞങ്ങൾ അവിടുന്ന് സ്വീറ്റ് കോൺ വാങ്ങിച്ചിട്ടോ. അത് കുറേ ഫ്ലേവർ ഉണ്ടായിരുന്നു. ഇതെന്തോ മെക്സിക്കൻ മസാല ആയിരുന്നു കേട്ടോ. അടിപൊളിയായിരുന്നു, ഒന്നും പറയാനില്ല. ഭയങ്കര ഫ്ലേവേർഡ് ആയിരുന്നു കേട്ടോ. ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അപ്പോൾ ഇക്കാക്ക് എനിക്കത് കോരി തരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടി ആ ഒരു സ്മോൾ സൈസാണ് വാങ്ങിയത്. സംഭവം എങ്ങനെയുണ്ടെന്ന് അറിഞ്ഞുകൂടല്ലോ. 60 രൂപയാണ് ഇതിനായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് വാങ്ങി കഴിച്ചപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. പിന്നെ ഗ്രൗണ്ട് ഫ്ലോറിൽ തന്നെ മക്ഡൊണാൾഡ്സിൻ്റെ ഒരു ചെറിയൊരു കൗണ്ടർ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് പോയിട്ട് ഒരു ഐസ്ക്രീം വാങ്ങിച്ച്, എല്ലാം ഞങ്ങൾ ഒരേ ക്വാണ്ടിറ്റിയാണ് വാങ്ങിക്കുള്ളൂ. അത് ടേസ്റ്റ് ചെയ്യും അങ്ങോട്ടും ഇങ്ങോട്ടും. പിന്നെ ഒരുപാട് 2 എണ്ണമൊക്കെ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ എന്തായാലും വേസ്റ്റിൽ പോകും, മതിയാവും, വേണ്ടായിക വരും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഇങ്ങനെ കുറച്ച് വാങ്ങിച്ചിട്ട് ഷെയർ ചെയ്യുകയാണ് ചെയ്യുന്നത്. പിന്നെ നമ്മളുടെ ആ സ്വീറ്റ് കോൺ ആദ്യം വാങ്ങിച്ചത് ഇഷ്ടമായതുകൊണ്ട് പിന്നെ ഒരു ഫ്ലേവറും കൂടി വാങ്ങിച്ചു. ചീസ് ഫ്ലേവറാണ് കേട്ടോ വാങ്ങിച്ചത്. പക്ഷേ ഇതത്ര വലിയ സെറ്റപ്പ് ഒന്നും ഉണ്ടായിരുന്നില്ല. മറ്റേ മെക്സിക്കൻ ഫ്ലേവർ അടിപൊളിയായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങളിതാ അവിടെ നിന്ന് എല്ലാ പരിപാടികളും അവസാനിപ്പിച്ച് അടുത്ത സ്ഥലത്തേക്ക് വരാണ്. എനിക്കൊന്ന് സുഡിയോയിൽ കയറാനായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇക്കാലത്ത് ഞാൻ വീട്ടിൽ നിന്ന് പറഞ്ഞിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. സുഡിയോയിൽ കയറിയ ആവശ്യം വേറൊന്നിനാണെന്നുണ്ടെങ്കിലും ഇവിടെ വന്നപ്പോൾ ഇങ്ങനത്തെ ഈ കോട്ട് സെറ്റും നൈറ്റ് വെയേഴ്സ് ഒക്കെ കിടക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അപ്പോൾ അതിലൊരെണ്ണം ഞാനിങ്ങനെ എൻ്റെ സൈസ് എടുത്തിട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. 799 എന്തോ ആണെന്ന് തോന്നുട്ടോ ഈ ഒരു കോമ്പോന് വരുന്ന ഓഫർ. നല്ല ക്വാളിറ്റി മെറ്റീരിയലാണ് കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അപ്പോൾ ഞാൻ അതിൽ നിന്ന് ഒരെണ്ണം എടുക്കാൻ പറ്റുമോ എന്നൊക്കെ ഉള്ളത് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ട്രയൽ റൂമിൻ്റെ
ലിപ്സ്റ്റിക്കിൻ്റെ അവിടെയാണെന്നുണ്ടെങ്കിൽ അന്യായ തിരക്ക്. നമുക്കൊന്ന് ട്രൈ ചെയ്യാമെന്ന് നോക്കിയപ്പോൾ അപ്പോൾ ആ തിരക്ക് കണ്ടു കഴിഞ്ഞപ്പോൾ കുറേ അധികം നേരം പോസ്റ്റ് ആവും. പിന്നെ പിള്ളേരാണെങ്കിൽ വീട്ടിൽ ഇനിയിപ്പോൾ എന്തായാലും അത്യാവശ്യം വൈകിട്ടുണ്ട്, ഒരു 7 മണി 7:30 ആയിട്ടുണ്ട്. ഹംന കുറച്ച് അധികം നേരമായി ഫീഡ് ചെയ്തിട്ട്. അപ്പോൾ എന്തായാലും അധികം അവിടെ നിന്ന് സമയം കളയണ്ടല്ലോ എന്ന് ഓർത്തിട്ട് ട്രൈ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് എല്ലാം എടുത്തതെല്ലാം അവിടെ തന്നെ വെച്ചിട്ട് ഞങ്ങൾ അടുത്ത സെക്ഷനിലേക്ക് പോയി. അപ്പോൾ ഇക്കാക്ക് ഷൂ നോക്കണം. ഷൂ നോക്കിയപ്പോൾ എല്ലാം വൈറ്റ് ആണ്. പിന്നെ ഇക്കാക്ക് കുറേ ഡിമാൻഡ്സ് ഒക്കെ ഉണ്ട് കേട്ടോ ഒരു ചെരുപ്പ് വാങ്ങിക്കണേൽ. അത് ഇക്കാകാൻ്റെ മാത്രം പ്രയോറിറ്റിയാണ്. അപ്പോൾ ഇക്കാക്ക് അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ സ്റ്റുഡിയോയിൽ കുറേ കളക്ഷൻസ് ഉണ്ടായിരുന്നു. നമ്മൾ ഈ വേണ്ട സാധനം വാങ്ങിക്കാൻ, ഒരു സാധനം മാത്രം വാങ്ങിക്കാൻ വന്നതുകൊണ്ട് ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ഒരുപാട് കളക്ഷൻ ഉള്ളത് പോലെ എനിക്ക് തോന്നിയിട്ട്. ഇനി നമ്മൾ അതൊക്കെ വാങ്ങിക്കാൻ വേണ്ടി മാത്രം ചെല്ലുമ്പോൾ അതൊന്നും അവിടെ ഇല്ലാത്ത അവസ്ഥയും വരാറുണ്ട്. ഞാൻ ഈ ഒരു കാജൽ വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് വന്നത്. ഹംനക്ക് ഞാൻ ഈ ഒരു കാജലാണ് ഹംനെ ഞാനും യൂസ് ചെയ്യുന്നത്. ഹംനയുടെ പിരികത്തിൽ മാത്രമാണ് മെയിൻലി എഴുതാറ്. പിന്നെ ലിപ്സ്റ്റിക്കിൻ്റെ ഒക്കെ കുറേ ഷെയ്ഡ് ഉണ്ടായിരുന്നു. അവിടെയൊക്കെ കുറച്ച് നേരം തൂങ്ങി പിടിച്ച് നിന്ന് ആ എടുത്ത കാജൽ ഇതായിക്കാക ബില്ലൊക്കെ അടിച്ചിട്ട് വരാണ്. അപ്പോൾ ഞങ്ങൾ ഇനി വീട്ടിൽ പോവാണ്. ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇഷ്ടമായാലും തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യുക. നമുക്കപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ടാറ്റാ ബൈ ബൈ, സീ യു.